നാൾവഴികൾ അനുഭവങ്ങൾ. മുൻ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജുനൈദ് കൈപ്പാണി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നിർവഹണം സ്വപ്ന രാജേഷ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നാൾവഴികൾ അനുഭവങ്ങൾ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ അവസാനിച്ചു. പുതിയ സാരഥികൾ ചുമതല ഏറ്റെടുത്തു. കഴിഞ്ഞ ടേമിലെ, അതായത് 2020-25 കാലയളവിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ജനപ്രതിനിധിയാണ് ഇന്ന് നമ്മുടെ അതിഥി. മറ്റാരുമല്ല, നമുക്ക് ഏവർക്കും സുപരിചിതനായ വയനാടിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ ജുനൈദ് കൈപ്പാണി. വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന പദവിയിൽ നിന്നും അദ്ദേഹം പൂർണ്ണ സംതൃപ്തിയോടെ പടിയിറങ്ങുകയാണ്. ജുനൈദ് കൈപ്പാണി ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ ജനപ്രതിനിധിയാണ്. നിരവധി സംസ്ഥാന, ദേശീയ, അന്തർദേശീയ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങി വയനാടിന്റെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായി മാറിയ ജുനൈദ് കൈപ്പാണിയുടെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള കഴിഞ്ഞ 5 വർഷത്തെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും റേഡിയോ മാറ്റുലിയുടെ ശ്രോതാക്കളോട് അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ വിട്ടു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. താങ്കളുടെ എഴുത്താണത്. എഴുത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഓക്കെ. വിവിധ വിഷയങ്ങൾ പ്രമേയമാക്കി ഈ കാലയളവിനിടയിൽ 5 വർഷം എന്നല്ല, എൻ്റെ ഇത്രയും കാലത്തെ ഈ കാലയളവിനിടയിൽ 7 പുസ്തകങ്ങൾ ഞാൻ ഇതിനകം എഴുതിയിട്ടുണ്ട്. ത്രിതല സംവിധാനം മുന്നോട്ട് വെക്കുന്ന അധികാര വികേന്ദ്രീകരണവും വികസനവുമായി ബന്ധപ്പെട്ട സങ്കല്പനങ്ങളും എത്രമാത്രം ലക്ഷ്യവേദിയാകുന്നുവെന്ന് തൃണമൂല തലത്തിൽ നടത്തിയ മൗലികവും സമഗ്രവുമായ പഠനത്തിൻ്റെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന വികേന്ദ്രീകൃത ആസൂത്രണം, ചിന്തയും പ്രയോഗവും എന്ന ഗ്രന്ഥമാണ് ഞാൻ എഴുതിയ പുസ്തകത്തിൽ പ്രധാനപ്പെട്ടത്. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, തോട്ട് ആൻഡ് പ്രാക്ടീസ് എന്ന ശീർഷകത്തിൽ സ്ട്രിംഗ് പബ്ലിക്കേഷൻസ് പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത പഠന ഗ്രന്ഥത്തിന് റെഡ്വെൽ ഫൗണ്ടേഷൻ്റെ രവീന്ദ്രനാഥ ടാഗോർ പുരസ്കാരമടക്കം ലഭിച്ചിട്ടുണ്ട്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രസംഗകല, 501 തത്വങ്ങൾ, രാപ്പാർത്ത നഗരങ്ങൾ, വ്യക്തിത്വ വികാസം തുടങ്ങിയ ഗ്രന്ഥങ്ങളും എനിക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. താങ്കൾ തന്നെ ഡെവലപ്പ് ചെയ്ത വിദ്യാഭ്യാസ സംരംഭമായ ലെറ്റ്സ് ലൈഫ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് 2 വാക്ക് പറയാമോ? കേരളത്തിനകത്തും പുറത്തുമായി പ്രസംഗകലയിൽ തൽപരരായ ആളുകൾക്ക് പ്രസംഗ പരിശീലനവും മറ്റ് സോഫ്റ്റ് സ്കിൽ പഠനവും നൽകുന്ന 2014 സ്ഥാപിതമായ ലെറ്റ്സ് ലൈഫിൻ്റെ ഫൗണ്ടർ കൂടിയാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചോദിച്ചത്. വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പുറമെ ഓൺലൈൻ സൗകര്യം ആഗ്രഹിക്കുന്നവർക്കായി പ്രത്യേക ലേണിംഗ് ആപ്പ് കൂടി ലെറ്റ്സ് ലൈഫിനുണ്ട്. 100 കണക്കിന് പഠിതാക്കൾ നിലവിലുണ്ട്. അത് കേവലം എൻ്റെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം എന്നതിലപ്പുറത്ത് എൻ്റെ ഒരു വ്യക്തിപരമായ വരുമാന മാർഗം കൂടിയാണ്. നിരവധിയായ പരിശീലന പ്രവർത്തനങ്ങളും സോഫ്റ്റ് സ്കിൽ കോഴ്സുകളും ആവശ്യക്കാർക്ക് നൽകി വരുന്നുണ്ട്. നല്ല അഡ്മിഷനുണ്ട്, നല്ല പഠിതാക്കളുണ്ട്, അതോടൊപ്പം തന്നെ നല്ല വരുമാനവും ഉണ്ട് എന്നുകൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളമുണ്ട ഡിവിഷനിൽ താങ്കൾ നടത്തിയ ഗ്രാമാന്തരം ഏറെ ശ്രദ്ധേയമായ ഒന്നായിരുന്നല്ലോ. അതിനു പിന്നിലെ താല്പര്യം എങ്ങനെയാണ് പറയാൻ പറ്റുക? പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷം. ആർക്കെങ്കിലും അറിയാത്ത, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ശ്രോതാക്കളുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ, നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും ആദരിച്ചോളൂ, പ്രശംസിച്ചോളൂ. അത് ഒരാളുടെ മനസ്സിൽ ഒരു വിളക്കുപോലെ തെളിഞ്ഞിരിക്കും. പക്ഷെ അപമാനിക്കുമ്പോൾ ദയവായി ഒരു നിമിഷം തിരിച്ചു ചിന്തിക്കണം. കാരണം ഒരൊറ്റ വാക്ക് ഒരാൾക്ക് ഒരു ജീവിതകാലം മുഴുവൻ വേദനയായി മാറാൻ അത് കാരണമായേക്കാം. അപമാനം എന്നത് ആ നിമിഷം കേൾക്കുന്ന ഒരു ശബ്ദമല്ല, അത് ഉള്ളിൽ കുത്തിപ്പിടിക്കുന്നൊരു മുറിവാണ്. ചിരിയുടെ പിന്നിൽ ഒളിപ്പിക്കുന്നൊരു കരച്ചിലാണ്. ആർക്കും കാണിക്കാത്ത ഉള്ളിലെ ഒരു മഹാ തകർച്ചയാണത്. നമ്മൾ വെറുതെ എന്ന് പറഞ്ഞ ഒരു വാക്ക് ആരോ രാത്രികളോളം ഉറക്കമില്ലാതെ ഓർത്തു കരഞ്ഞിട്ടുണ്ടാകാം. നമ്മൾ ചിരിയോടെ പറഞ്ഞൊരു പരിഹാസം ഒരാളുടെ ആത്മവിശ്വാസം തകർത്തെറിഞ്ഞിട്ടുണ്ടാകാം. പ്രശംസ മനുഷ്യനെ ഉയർത്തുന്നു, അപമാനം മനുഷ്യനെ ഉള്ളിൽ നിന്ന് തകർക്കുന്നു. പ്രശംസ കിട്ടിയ മനുഷ്യൻ ലോകത്തെ നേരെ നോക്കും, ആദരവ് കിട്ടിയ മനുഷ്യൻ ലോകത്തെ നേരെ നോക്കും.
അപമാനം കിട്ടിയ മനുഷ്യൻ കണ്ണാടിയിൽ പോലും സ്വന്തം മുഖം നോക്കാൻ മടിക്കും. അപമാനം എന്നതൊരു വേദന മാത്രമല്ല, അത് അവസരം കിട്ടുമ്പോൾ തിരികെ നൽകുന്ന ഒരു വായ്പയാണ്. കാലം അതിൻ്റെ അക്കൗണ്ട് സൂക്ഷിച്ചു വെക്കും. അവസരം വന്നാൽ അത് പലിശയോടെ തിരിച്ചു നൽകും. ഇന്ന് നമ്മൾ ചെറുതാക്കിയ ഒരാൾ നാളെ നമ്മുടെ മൗനത്തിനെ തോൽപ്പിച്ചേക്കാം. ഇന്ന് നമ്മൾ തള്ളി മാറ്റിയ ഒരാൾ നാളെ നമ്മുടെ മുന്നിൽ ഉയർന്നു നിന്നേക്കാം. അന്ന് നമ്മൾ ഓർത്തെടുക്കും, ഞാൻ പറഞ്ഞത് ഒരു വാക്കായിരുന്നു, പക്ഷേ അവൻ അനുഭവിച്ചത് ഒരു ജീവിതകാലത്തെ വേദനയായിരുന്നു എന്ന് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് വാക്കുകളും സമീപനങ്ങളും ഒരിക്കലും നമ്മൾ ലഘുവായി ഉപയോഗിക്കരുത്. വിയോജിക്കാം, തിരുത്താം, പക്ഷെ ഒരു മനുഷ്യനെയും അപമാനിക്കരുത്. ഞാൻ കാട് കയറി പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ട് പോകുന്നില്ല. ഞാൻ ചുരുക്കി ചോദ്യത്തിലേക്ക് തന്നെ കടന്നു വരാം. ഗ്രാമാതരം ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവരെയും അവരുടെ പരിമിതികളോടെ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ജീവിതചര്യയായി കൊണ്ട് നടക്കുന്ന ആളാണ്. സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്നുള്ളൊരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ ഡിവിഷൻ പരിധിയിലെ മുഴുവൻ തൊഴിലാളികളെയും, അത് ബാർബർമാരായിക്കോട്ടെ, ഓട്ടോറിക്ഷ തൊഴിലാളികളായിക്കോട്ടെ, പിന്നെ പട്ടാളക്കാർ, പോലീസുകാർ, എല്ലാ ഹരിതകർമ്മസേന, ആശാവർക്കർമാർ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും സെപ്പറേറ്റ് പ്രോഗ്രാമുകൾ ക്രമീകരിച്ച് വിശിഷ്ട വ്യക്തികളെ കൊണ്ട് അവരെ ആദരിപ്പിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷകരമായ കാര്യമായി ഞാൻ കാണുന്നു. കാരണം ഞാൻ ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യത്തിൻ്റെ പ്രയോഗമായിരുന്നു സത്യത്തിൽ ഗ്രാമാതരം എന്ന പരിപാടി. ആ ചോദ്യത്തിന് ഇത്രയേറെ മറുപടി പറയേണ്ടി വന്നത് അതിൻ്റെ ഒരു പ്രാധാന്യം പ്രിയപ്പെട്ട ശ്രോതാക്കൾ കൃത്യമായി മനസ്സിലാക്കട്ടെ എന്ന് കരുതി മാത്രമാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. സമയപരിമിതി ഇല്ലായിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് ഇതിനെപ്പറ്റി പറയാൻ തീർച്ചയായിട്ടും. അപ്പോൾ മറ്റൊരു കാര്യം അഭിമാനത്തോടെ ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, പരസ്പരം കുറ്റപ്പെടുത്താതെ വളരെ മാന്യമായി പൊതുപ്രവർത്തനം കൈകാര്യം ചെയ്ത വ്യക്തി കൂടിയാണ് താങ്കൾ. എങ്ങനെ സാധ്യമാകുന്നു? ചോദിക്കാതിരിക്കാൻ കഴിയില്ല. താങ്ക് യു. ആ ചോദ്യം എനിക്കുള്ളൊരു പ്രചോദനമാണ്, ഒരു പ്രോത്സാഹനമാണ്, ഒരു വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. ആ ചോദ്യത്തിന് ഒരു പ്രത്യേക താങ്ക്സ്. ആ ചോദ്യത്തോടൊപ്പം ചേർത്ത് വെച്ച ആ പിന്നെ വാചകങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിഴുപ്പലക്കുന്നതിലും അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നതിലും ഒരു നന്മയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പുറത്തുള്ള വ്യക്തി അല്ല ഒരു വിമർശനത്തിൻ്റെയും ഹേതു, അവരുടെ നിലപാടുകളാണ്. അപ്പുറത്തുള്ള വ്യക്തിയല്ല, ആ വ്യക്തിയുടെ നിലപാടുകൾ, ആശയങ്ങൾ, ആ ആശയങ്ങളാണ് വിമർശനത്തിൻ്റെ ഹേതുവാകേണ്ടത്. അതിനോട് വിയോജിക്കാൻ ഒരാളെയും വ്യക്തിപരമായി താറടിക്കേണ്ടതില്ല. ജനാധിപത്യത്തിൽ വിമർശനത്തിനുള്ള വലിയൊരു സ്പേസ് ഉണ്ട്, ഒരു വലിയ ഇടം ജനാധിപത്യത്തിലുണ്ട് വിമർശനത്തിന്. എൻ്റെ നിലപാട് മാത്രം ശരി, മറ്റുള്ളതെല്ലാം തെറ്റ് എന്നതല്ല ജനാധിപത്യത്തിൻ്റെ അർത്ഥം. എൻ്റെ ശരികൾ അല്ലാത്ത വേറെയും ശരികൾ ഇവിടെ ഉണ്ട്, അത് എനിക്ക് സ്വീകാര്യമല്ല, അതുകൊണ്ട് വിയോജിക്കുന്നു. അതാണ് ജനാധിപത്യത്തിൻ്റെ അന്തസത്ത. ആ രൂപത്തിൽ നമ്മളതിനെ കാണാൻ കഴിയണം. ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അയാൾ ഓഡിറ്റ് ചെയ്യുന്ന ചില കുറിപ്പുകൾ, കമൻറ്റുകൾ, സോഷ്യൽ മീഡിയയിൽ ചില വീഡിയോകൾ ഇപ്പോഴും കാണുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അത് തെറ്റാണ്. അങ്ങനെയുള്ള സമീപനം പൊതുരംഗത്തുള്ളവർ തിരുത്തണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പൊതുരംഗത്ത് ഇടപെടുന്ന ഒരാളും വിമർശനത്തിന് അതീതരല്ല. പക്ഷേ അത് വ്യക്തിഹത്യയിലേക്ക് വഴിമാറുന്നത് ഒട്ടും ശുഭകരമല്ല. വിഷയങ്ങളെ സംബന്ധിച്ച് വിശാലമായി ചിന്തിക്കാനും ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ പൊതുപ്രവർത്തനം സാർത്ഥകമാകും, അനുഗ്രഹീതമാകും. ഇതേ അതിൽ പറയാനുള്ളൂ. പടിയിറങ്ങുന്ന ഈ ഘട്ടത്തിൽ അവസാനമായി എന്താണ് പറയാനുള്ളത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അഴിമതി രഹിതമായ സത്യസന്ധമായ മനുഷ്യ സേവനത്തിനായുള്ള ജനപ്രാതിനിധ്യമാണ് ഞാൻ എന്നും ലക്ഷ്യം വെച്ചിരുന്നത്. ആ ദൗത്യം കളങ്കരഹിതമായി നിറവേറ്റുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ജനസേവനമാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. സത്യസന്ധതയും സമർപ്പണവുമാണ് ഒരു ജനപ്രതിനിധിയുടെ യഥാർത്ഥ ബഹുമതി. പ്രിയപ്പെട്ടവരെ, സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്നവന് ജനങ്ങളുടെ മനസ്സിൽ നിത്യസ്മാരകം പണിയാൻ സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നാട്ടുകാരുടെ സ്നേഹം എന്നെ കൂടുതൽ പ്രചോദിപ്പിക്കുകയാണ് ചെയ്തത്. പ്രകോപിപ്പിക്കുകയോ അഹങ്കാരത്തിന് കാരണമാവുകയോ അല്ല എനിക്ക് അത് കാരണമായത്. എന്നെ കൂടുതൽ പ്രചോദിപ്പിക്കുകയാണ്. ജനങ്ങളുടെ വിശ്വാസം എന്നെ എന്നും മുന്നോട്ട് നയിക്കും. വയനാട് ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷൻ മെമ്പർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ
എന്നീ നിലകളിലെ എൻ്റെ ഔദ്യോഗിക കാലാവധി പൂർണ്ണ സംതൃപ്തിയോടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ജനങ്ങളുമായി ഇടപഴകിക്കഴിഞ്ഞ 5 വർഷങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഈ സേവനകാലത്തെ ഹൃദ്യമാക്കി തീർത്ത എല്ലാവരോടും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരുണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം, എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലയളവിൽ ജീവിതത്തിലേക്ക് വന്നുപോയ വ്യക്തികൾ, അനുഭവങ്ങൾ ഏറെയാണ്. എല്ലാം ഓർമ്മകളും എല്ലാം ജ്വലിക്കുന്ന ഓർമ്മകളും പാഠങ്ങളുമായി എൻ്റെ കൂടെയുണ്ടാകും. കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രതയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പുതിയ സാരഥികൾക്ക് അഭിവാദ്യങ്ങളും ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി സമയപരിമിതി കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീടൊരിക്കൽ റേഡിയോ മാറ്റിലിയിലെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി സംവദിക്കാം, സംസാരിക്കാം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 4 അധ്യായങ്ങളിലായി ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ ജുനൈദ് കൈപ്പാണിയുടെ രാഷ്ട്രീയ അനുഭവങ്ങളും പ്രവർത്തനങ്ങളുമാണ്. 5 വർഷക്കാലം ഒരു ജനപ്രതിനിധിയായിരുന്നു എന്ന നിലയിൽ ശ്രോതാക്കൾക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഏറെക്കുറെ എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. സംതൃപ്തിയോടെ ജനപ്രതിനിധി എന്ന നിലയിൽ 5 വർഷം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് വരുന്ന നാൾ വഴികളിൽ ഏറ്റവും നല്ല രീതിയിൽ രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയട്ടെ എന്ന് റേഡിയോ മാറ്റൊലി ആശംസിക്കുകയാണ്. നാൾ വഴികൾ അനുഭവങ്ങൾ എന്ന പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, സ്നേഹം. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ ജുനൈദ് കൈപ്പാണിയുടെ സംസാരമാണ്. തുടർന്ന് കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, സ്നേഹം. നാൾ വഴികൾ അനുഭവങ്ങൾ. മുൻ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജുനൈദ് കൈപ്പാണി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നിർവഹണം സ്വപ്ന രാജേഷ്.